ഇവിടുത്തെ നമ്മുടെ ടോളിൻ്റെ ആ സൈഡിലേക്ക് നടന്നു. അത്രയും ദിവസം നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നത്. ഇന്ന് നമുക്ക് ആ സൈഡിലേക്ക് പോകട്ടെ. ടോളിൻ്റെ ഈ സൈഡ് വരുവാണെങ്കിലോ എന്താണെന്നറിയോ, കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ. ചെറിയ ഒരു ഏജ് ആയിട്ടുള്ളവരും ചെറിയ പിള്ളേർ തൊട്ട് എല്ലാവരും ഈ വരുന്ന വണ്ടികളിനെ തടഞ്ഞിട്ടേ അവർക്ക് ഈ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുക കേട്ടോ. ഒന്ന് പറഞ്ഞാൽ ഗുണ്ടായുസം പോലെയാണ് സംഭവം. കുറേയൊക്കെ കണ്ടോ പിള്ളേരവിടെ നിൽക്കുക, അവിടെ നിന്ന് ആ പിള്ളേരെ സത്യം പറഞ്ഞാൽ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി നിന്ന് തടുത്ത് നിർത്തിയിട്ട് ഈ സംഭവം കൊടുക്കുക കേട്ടോ. ഒന്ന് സത്യം പറഞ്ഞാൽ ഗുണ്ടായുസം എന്നും പറയാം. എന്താ ചെയ്യുക. ഈ സൈഡിൽ ഒരുപാട് ഇതുണ്ട്. ഇവിടെ തേങ്ങ, ചക്ക, മാങ്ങ തുടങ്ങി എല്ലാ സംഭവം. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പേരയ്ക്ക കേട്ടോ. ഈ സൈഡ് പേരയ്ക്ക കൃഷി ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ ഏജ് ആയിട്ടുള്ള ആളുകളും പേരയ്ക്ക പിടിച്ചിട്ടാണ് പോകുന്നത്. പേരയ്ക്ക മാത്രമല്ല ഒരുപാട് സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടോ ഇവിടെ ഈ സൈഡ് ടോളിൻ്റെ ഈ സൈഡിൽ ചക്ക മൊത്തം കച്ചവടമാണ്. ഇതുണ്ടോ ഏജ് ആയിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ ചെറിയ ചെറിയ കവറിലാക്കിയിട്ട് അതിനെ കച്ചവടം ചെയ്യുന്നത് കേട്ടോ. ഇതാണ് സത്യം അവിടെ നിന്ന് തൊട്ടിട്ട് ഏകദേശം 1 കിലോമീറ്റർ 1 കിലോമീറ്ററോടും ഈ ചക്കയും മാങ്ങയും മാത്രം റോഡ് സൈഡിൽ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ഒരു സംഭവം കണ്ടെന്ന് വെച്ചാൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ട്. ഒരുപാട് ചെറിയ ചെറിയ പിള്ളേരും അവരൊക്കെയാണ് കേട്ടോ അത് കച്ചവടം ചെയ്യുന്നത് ഇതിൽ. പിന്നെ വേറൊരു കാര്യമാണെന്ന് വെച്ചാൽ ഒരു ടെൻറ്റ് പോലെ കെട്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് അവിടെ അവർ ഫാമിലിയോടുകൂടി ഇരിക്കുക, എന്നിട്ട് എന്നോട് കച്ചവടം ചെയ്യും. ഈ ചക്കനെ വെട്ടിയിട്ടൊക്കെ ഇതാക്കുക, ചുള വറുത്തിട്ട് എടുക്കുക കേട്ടോ. ഇതുണ്ടോ ഈ ചെറിയ പയ്യന്മാർ ഇവൻ തന്നെയാണ് അതിൻ്റെ മൊത്തം ചക്കയും ചുളയൊക്കെ എടുത്ത് നമ്മൾ ഇതാക്കുന്നത്. ഈ ചക്കച്ചുള ഏകദേശം ആ ഒരു 5-6 ചുളയ്ക്ക് ഏകദേശം 50 രൂപ അങ്ങനെ കണക്കാട്ടോ. ഇതിൻ്റെ ഇത് കണ്ടോ ടെൻറ്റിൽ കെട്ടി ഇതിനകത്ത് പിള്ളേരും വെച്ച് ഇങ്ങനെ ഇരിക്കുക. നാട്ടിലേ വീട്ടിലൊക്കെ ചക്ക ഉണ്ടാകുമ്പോൾ സത്യം പറഞ്ഞാൽ ചക്കയ്ക്ക് വിലയില്ല. ഇവിടെ വന്നു വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു ചക്ക 5-6 ചക്കച്ചുളയ്ക്ക് ഏകദേശം 50 രൂപയാണ്. എന്താ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ വിലയില്ല കേട്ടോ. പുറത്ത് വരുമ്പോഴാണ് അതിൻ്റെ വിലയുള്ളത്. ഒരു ചോളയാണെങ്കിലും 5 ചോളയാണെങ്കിലും അതിന് എത്ര രൂപയാണ് അറിയുള്ളൂ. അതുകൂടെ നിന്ന് നമ്മൾ സൺസെറ്റ് നോക്ക്, നല്ല രസമുണ്ട് കേട്ടോ. സൂര്യൻ്റെ ചുവന്ന് തൊടുത്ത് നിൽക്കുന്ന കാണുമ്പോൾ സൂപ്പറായിട്ടുണ്ട്. ചായ കുടിച്ചില്ല? ആ ചായ കുടിക്കണം. ചായ പിന്നെ കുടിക്കണം കേട്ടോ, വേറെ ഒന്നും കഴിക്കരുത്. ചായ തന്നെ കുടിക്കുമോ? ശരി ശരി. புரியல புரியல எனக்கு. நீங்க தானே கொஞ்சம் முன்னாடி அங்க இருந்து டீ குடிக்க கேட்கட்டது? அப்போ உங்ககிட்ட காசு இருந்தது, இப்போ எங்க இருந்தா காசு எல்லாம் எங்க போச்சு? உங்ககிட்ட இருக்கா இல்லையா? வீடு எங்க பக்கமா? வீடு வீடு எங்க? அங்கதா ரோட்டு தாண்டி அப்புறதா? ஓகே. எப்படி போகிறோம் அங்கே? ஓட்டோவில் தான் போகிறதா? ஓகே ஓகே. என்னது வண்டி இருந்தால் போகிறதா? ஓ ஏன் இவ்வளோ நாளோ ஓட்டோ தடுக்கும்போது நிறுத்தலையா? ஓட்டோ நிறுத்தலையா? ஓட்டோ தடுக்கும்போது நிறுத்தலையா? ஏன் തെരയിലുള്ളവരുണ്ടല്ലോ അവിടെ ഇരുന്നിട്ട് ഒരുപാട് വണ്ടികൾ തടുത്തു കേട്ടോ, ഓട്ടോറിക്ഷനൊക്കെ. പക്ഷെ അവരാരും നിർത്തിയില്ല. അപ്പോൾ ഇത്ര നേരം ഇരുന്നിട്ട് ആരെങ്കിലും ഒരു വണ്ടി തടുത്തു തരുമോ അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ശരി, നമ്മളെന്തായാലും തടുത്തുന്ന വേറെ പണിയൊന്നുമില്ലല്ലോ. ശരി, അവസാനം അവർ എൻ്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഒരുപാട് നേരം നിൽക്കുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞ് നീ പൊയ്ക്കോ, ഞാൻ വണ്ടി തടുത്തോളാന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരി നേരി ഞാൻ വിട്ടു. അടുത്ത ഡിഗ്രി കുറച്ച് ദൂരം നടക്കുമ്പോൾ എന്താ സംഭവം നോക്കട്ടെ. നമ്മുടെ കേരളം പോലെ തന്നെ കേട്ടോ, ഫുള്ള് പച്ചപ്പ്. തമിഴ്നാടാണെന്ന് പറയൂലില്ല. നോക്ക് എന്ത് രസമാണെന്നറിയോ. ഒരു സൈഡ് ചോളത്തിൻ്റെ, ഒരു സൈഡ് പൂവിൻ്റെ കേട്ടോ. പൂവിൻ്റെ കൃഷിയാണ് ഇത്, ചോളത്തിൻ്റെ കൃഷി. അടിപൊളി, നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ സൈഡ്. എനിക്ക് നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ. അടിപൊളി ഗായ്, സത്യം പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സ്ഥലം. നമുക്ക് ഇങ്ങോട്ടേക്ക് പോകുമ്പോണ്ടല്ലോ ശരിക്കും നല്ല രസമുണ്ട് ഇങ്ങോട്ട് കാണുമ്പോൾ.
നിങ്ങളിത് എങ്ങനെയാണ് പറഞ്ഞു തരുന്നത് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ സൂപ്പറായിട്ട് ഇവിടെ സൂപ്പറായിട്ട് കേരളം പോലെ തന്നെ ഇത് ഈ ചെടിയുടെ ഇടയിൽ കൂടെ നടക്കുക. പക്ഷെ ഇതിലേക്ക് നടന്നു കഴിഞ്ഞാൽ കയ്യൊക്കെ കാലൊക്കെ പൊട്ടുട്ടാ സംഭവം വലിച്ചിട്ട്. ഇതുകൊണ്ട് കൃഷിയുടെ ഇടയിലുണ്ട് ഞാനുള്ള പൊളി സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഗൈസ്.